എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പിയെ വളരെ സിമ്പിൾ ആയിട്ട് എന്നാൽ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റിയ മുട്ട വെച്ചിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്സ് ആണ്. മുട്ട കൊണ്ടുള്ള സ്നാക്സ് കഴിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പിയാണ് കേട്ടോ. ഫില്ലിംഗ് ഒക്കെ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്തിട്ട് എടുക്കാൻ പറ്റുന്നതാണ്. അപ്പം നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. കൂടാതെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. അപ്പോൾ ഈ ഒരു സ്നാക്സ് റെഡിയാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 8 കോഴിമുട്ട ഇതുപോലെ ഒന്ന് പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഓരോ മുട്ട എടുത്തിട്ട് ഇതുപോലെ രണ്ടായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ഈ ഒരു വലിപ്പമുള്ള ഒരു 5 ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഞാനൊന്ന് പുഴുങ്ങിയെടുത്തിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് പുഴുങ്ങിയെടുത്തിരിക്കുന്ന ഈ ഒരു ഉരുളക്കിഴങ്ങ് ഇനി നമുക്കൊന്ന് ഉടച്ചിട്ടെടുക്കണം ഇതുപോലെ. അപ്പോൾ ഉടച്ചെടുത്ത ഉരുളക്കിഴങ്ങ് ഇതുപോലെ ഈ ഒരു പാത്രത്തിലേക്ക് ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചെറിയ ഒരു സവാള തീരെ പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഒരു 3 പച്ചമുളകും തീരെ പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിയില തീരെ പൊടിയായിട്ട് അരിഞ്ഞതാണ്. ഇത് മൂന്നും കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് പൊടികളാണ് കേട്ടോ. ഈ ഒരു പൊടികൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂടാക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. നമ്മൾ ഇതുപോലെ പൊടികൾ ചേർത്ത് കൊടുത്താലും ആ ഒരു പൊടികളുടെ കുത്തലൊന്നും തന്നെ ഉണ്ടാവത്തില്ല. ധൈര്യമായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ചാറ്റ് മസാല ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകത്തിന്റെ പൊടിയാണിത്. 3/4 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടെ എടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ല നമുക്ക് പൊടികൾ വേണമെങ്കിൽ ചൂടാക്കിയിട്ട് ചേർത്ത് കൊടുക്കാമെന്ന്. അങ്ങനെ ചൂടാക്കുമ്പോൾ നമ്മൾ ചാറ്റ് മസാല ചൂടാക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു പൊടികൾ എല്ലാം തന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് കൈവച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ മുട്ട എടുത്തിട്ട് 1 ടേബിൾ സ്പൂൺ നിറയെ ഇതുപോലെ ആ ഒരു ഫില്ലിംഗ് എടുക്കുക. എന്നിട്ട് ഈ ഒരു മുട്ടയിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒരു ഫുൾ മുട്ടയുടെ ഒരു ഷേപ്പിൽ ഇതുപോലെ നമ്മളൊന്ന് റെഡിയാക്കി എടുത്താൽ മതി. ഇത് കണ്ടില്ലേ, ഇതുപോലെ ഈ ഒരു രീതിക്ക് നമുക്ക് എല്ലാം തന്നെ ഒന്ന് ചെയ്തിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോ മുട്ട എടുത്തിട്ട് ഇതുപോലെ ഒരു സ്പൂൺ നിറയെ ആ ഒരു ഫില്ലിംഗ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു ഷേപ്പ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ മുട്ടയിൽ എല്ലാം തന്നെ ഒരു ഫില്ലിംഗ് ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ മറ്റൊരു പാത്രത്തിലേക്ക് ഒരു 2 കപ്പ് അളവിൽ കടലമാവാണ് കേട്ടോ വേണ്ടത്. 250 ml ഈ ഒരു കപ്പിൽ 2 കപ്പ് അളവിൽ കടലമാവ് ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഈ ഒരു പൊടിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കായപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഡ്രൈ ജിഞ്ചർ പൗഡറും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതുപോലെ ഇഞ്ചിയുടെ ഒരു പൊടിയായിട്ടില്ലെങ്കിൽ നമ്മൾ ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 2 നുള്ളി ബേക്കിംഗ് പൗഡറാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 1/4 ടീസ്പൂണോളം ഉണ്ട് ബേക്കിംഗ് പൗഡർ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇതുപോലെ നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ ഒരു ബാറ്റർ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കണം. ഈ ഒരു ബാറ്റർ ഒരിക്കലും ലൂസായി പോകരുത് കേട്ടോ. എന്നാൽ ഒരുപാട് കട്ട് ചെയ്യാനും പാടില്ല. സാധാരണ നമ്മളൊരു നോർമൽ മുട്ട ബജിയൊക്കെ എണ്ണയിലേക്ക് ഇടുമ്പോൾ അറിയാമല്ലോ, ആ ഒരു മുട്ടയിൽ ഒരു മാവ് ഫുള്ളായിട്ട് കവറായിട്ട് നിൽക്കണം. അപ്പോൾ ആ ഒരു കട്ടി വേണം കേട്ടോ. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഇതുണ്ടല്ലോ, ഇതുപോലെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഈ ഒരു കട്ടിക്ക് വേണം കേട്ടോ നമ്മൾ ഈ ഒരു ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നമ്മൾ മാവ് റെഡിയാക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ നല്ല ചൂടുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇതുപോലെ നല്ല ചൂട് എണ്ണ ഒഴിച്ച് കൊടുക്കുമ്പോഴത്തേക്കും പുറമേയുള്ള ഒരു ടെക്സ്ചറൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബാറ്ററും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നല്ല ചൂടായിട്ട് കിടക്കുന്ന എണ്ണയിലേക്ക് വേണം നമ്മളിത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ ഓരോന്നും എടുത്തിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഫുള്ളായിട്ട് കവർ ചെയ്യട്ടെ. ഇതുപോലെ 2 സൈഡും പെട്ടെന്ന് ഇതുപോലെ ഒന്ന് മുക്കി എടുത്തതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു മുട്ടയിൽ ആ ഒരു മാവ് ഫുള്ളായിട്ട് കവറാവുന്ന രീതിയിൽ ഇതുപോലെ നമ്മൾ എണ്ണയിലേക്ക് ഇതിട്ട് കൊടുക്കുക. സാധാരണ നമ്മൾ നോർമൽ മുട്ട ബജി ഉണ്ടാക്കത്തില്ലേ, അതുപോലെ തന്നെ ഈ ഒരു മാവിൽ ഫുള്ളായിട്ട് ഒരു മുട്ട കവറാവുന്ന രീതിയിൽ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കണ്ടല്ലോ, ഇത്രയേ ഉള്ളൂ. ഇതുപോലെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു എണ്ണയ്ക്കകത്ത് നമുക്ക് കോരി മാറ്റാവുന്നതാണ്. ഇതുപോലെ തന്നെ നമുക്ക് ഓരോ മുട്ട ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ഒരു മാവിൽ ഫുള്ളായിട്ട് കവറാവുന്ന രീതിയിൽ നമ്മൾ ഇതുപോലെ സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് മുക്കിയിട്ടെടുക്കുക.
അപ്പോൾ ഇതുണ്ടല്ലേ, ഇതുപോലെ ഞാൻ എല്ലാം തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇത് നിങ്ങളൊന്ന് കട്ട് ചെയ്തുകൊണ്ടൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇത് കണ്ടില്ല, നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ഒരു മസാല മുട്ട ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് എന്നാലും നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്തിട്ടെടുക്കാൻ പറ്റിയ ഒരു സ്നാക്സ് ആണ്. ഇതുപോലെ ടൊമാറ്റോ കെച്ചപ്പൊക്കെ കൂട്ടി നല്ല ചൂട് ചായയുടെ ഒപ്പം കഴിക്കാൻ നല്ല അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ മുട്ട കൊണ്ടുള്ള സ്നാക്സ് കഴിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉണ്ടാക്കി നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണേ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് നമ്മുടെ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയതായിട്ട് ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും താഴെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ ആ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്നൊരു ഓപ്ഷൻ കൊടുക്കുകയാണെങ്കിൽ ഞാനിനി പുതിയ റെസിപ്പികളൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാല്ലാ വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.